അസ്സലാമു അലൈക്കും ഗൈസ്, ഇന്ന് ഞാൻ സർക്കിൾസിൻ്റെ തേർഡ് പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് കാണുക, എന്നിട്ട് ഈ ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമ്മുടെ പാഠത്തിൻ്റെ 6th ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 2 സർക്കിൾസ് ഇൻ ദ പിക്ചർ ക്രോസ് ഈച്ച് അതർ അറ്റ് എ ആൻഡ് ബി. അതായത് ഇവിടെ തന്നിരിക്കുന്ന 2 സർക്കിൾസും എയും എന്ന് പറയുന്ന ബിന്ദുവിലൂടെയും ബി എന്ന ബിന്ദുവിലൂടെയും കടന്നു പോകുന്നുണ്ട്, അല്ലെ, ക്രോസ് ചെയ്യുന്നുണ്ട്. ദ പോയിൻറ്റ്സ് പി ആൻഡ് ക്യൂ ആർ ദ അതർ സൈഡ്സ് ഓഫ് ദ ഡയമീറ്റർ ത്രൂ എ. അതായത് എയിലൂടെ കടന്നു പോകുന്ന ഡയാമീറ്ററിൻ്റെ 2 അറ്റമാണ് പിയും ക്യൂവും. ഞാനിവിടെ വരച്ചത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഡയമീറ്ററുടെ മധ്യത്തിലൂടെ വരണം, പ്രശ്നമില്ല. നമുക്ക് ആൻസറിൽ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ വരക്കാം. സോ പിയും ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ആർ ദ അതർ സൈഡ്സ് ഓഫ് ദി ഡയമീറ്റേഴ്സ് ത്രൂ എയിൽ നിന്ന് നമ്മൾ വരച്ചിട്ട് ചെറിയ സർക്കിളിലേക്ക് വരച്ച ഡയമീറ്ററും എയിൽ നിന്ന് വലിയ സർക്കിളിലേക്ക് വരച്ച ഡയമീറ്ററുടെയും മറ്റേ അതർ എൻഡ്സ് ആണ്. ഹിയർ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ബി ആൻഡ് ക്യൂ ലൈസ് ഓൺ എ ലൈൻ. അതായത് പിയും ബിയും ക്യൂവും ഒരേ ലൈനിലാണ് ഉള്ളത് എന്നും മാത്രമല്ല, പ്രൂവ് ദാറ്റ് പി ക്യൂ ഈസ് പാരലൽ ടു ദ ലൈൻ joining centers of the circles and is twice as long as this line. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ക്യു എന്ന് പറയുന്നത് പി ക്യു എന്നിവിടെ നിന്ന് ലൈൻ വരച്ചാൽ പിനെയും ക്യൂനെയും ജോയിൻ ചെയ്ത് പി ക്യു വരച്ചാൽ ആ ലൈൻ പാരലൽ ആണ് എന്തിന്? ടു ദ ലൈൻ ജോയിനിങ് സെൻറ്റേഴ്സ് ഓഫ് ദി സർക്കിളിൻ്റെ മധ്യബിന്ദു, അതായത് സെൻറ്റർ ഏതാ ഡയമീറ്ററിൻ്റെ മധ്യം, അവിടെ നിന്ന് വരച്ച ലൈൻ ഉണ്ടാവും. ലൈൻ വരച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം ഓഫ് ദ സർക്കിൾ, അതിന് പാരലലാണെന്നും ആൻഡ് മാത്രമല്ല ആ സെൻറ്റർ ജോയിൻ ചെയ്തിട്ടുള്ള ലൈനിൻ്റെ ട്വൈസ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ, അതിൻ്റെ ഡബിളാണ് പി ക്യു എന്നും പ്രൂവ് ചെയ്യണം. സോ നമുക്കിതെങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളോട് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് പി ബി ക്യു ലൈസ് ഓൺ ദ സെയിം ലൈൻ. അതായത് ഈ പി ബി ക്യു എന്ന 3 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 3 ലെറ്റേഴ്സും ഒരേ ലൈനിലാണ്, അല്ലെങ്കിൽ 3 പോയിൻറ്റ്സും ഒരേ ലൈനിലാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കണം. അത് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് ഒരേ ലൈനാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു ലൈൻ എ പി ആൻഡ് എ ക്യു മാത്രമേ പിക്ചറിലുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജോയിൻ എ ബി, ദെൻ പി ബി ആൻഡ് ദെൻ പി ക്യു. ഓക്കെ, ഇത്രയും ജോയിൻ ചെയ്ത ഡോട്ടഡ് ലൈൻസിൽ ഞാൻ കൊടുത്തത് ഈ ജോയിൻ ചെയ്തതാണ്. AP is a diameter. You know that AP is a diameter. Joining 2 lines on the circle, we get angle in semicircle. ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു, ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഡയമീറ്ററിൻ്റെ 2 അറ്റത്തു നിന്നും 2 ലൈൻസ് കൂട്ടി യോജിപ്പിച്ച് ഒരു ബിന്ദുവിലേക്ക്, അതായത് സർക്കിളിൻ്റെ ഒരു പോയിന്റിലേക്ക് യോജിപ്പിച്ചാൽ കിട്ടുന്ന ആ ഒരു ആംഗിള് എന്ന് പറയുന്നത് എന്താണ്? ഒരു മട്ടത്തി ത്രികോണം അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ ആണ്. അത് സെമി സർക്കിൾ ആണല്ലേ. ഡയമീറ്റർ ഡിവൈഡ്സ് സർക്കിൾ ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. ഓക്കെ, ഡയമീറ്റർ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് അത് നമ്മൾക്ക് പറയാം സെമി സർക്കിളിലെ ആംഗിളാണ് ഈ ആംഗിൾ. ദിസ് ഇസ് 90 ഡിഗ്രി ആംഗിൾ. സോ ആംഗിൾ ട്രയാംഗിൾ എ ബി പി ഈസ് 90 ഡിഗ്രി. Then next let us take the largest circle. Here AQ is the diameter and we have joined 2 lines from the end of the AQ diameter to point B. Here we are also getting an angle in the semicircle, that is right angle 90 degree. അല്ലേ? ഇത്രയും പറഞ്ഞതിന് ശേഷം look at the angle 90 degree. ഹിയർ എ ബിയിൽ എന്താണ്? എ ബി ക്യു ആൻഡ് എ ബി പി ആൻഡ് എ ബി ക്യു, ബി ഇസ് ദ കോമൺ പോയിന്റ് അല്ലേ. ഇവിടെ 90 ഡിഗ്രി. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്നത് എത്രയാണ്? ആംഗിൾ എ ബി പി പ്ലസ് ആംഗിൾ എ ബി ക്യു ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഇത് ഈ 2 ആംഗിളും ആഡ് ചെയ്തിട്ട് 180 കിട്ടുന്നതും ഒരേ ലൈനിലാണ് ഈ ആംഗിൾ അപ്പുറം ഇപ്പുറമായിട്ടുള്ളത് അല്ലേ. സോ ആംഗിൾ എ ബി പി ആൻഡ് ആംഗിൾ എ ബി ക്യു ആർ ആംഗിൾസ് ഇൻ 1 സിംഗിൾ ലൈൻ. ഇവിടെ ഒരു ലൈനിൽ തന്നെയുള്ള ആംഗിൾ ആയതുകൊണ്ടാണ് ഇത് രണ്ടും ആഡ് ചെയ്ത് നമുക്ക് 180 കിട്ടുന്നത്. ഓക്കെ, അതായത് ഇതിന് പറയുന്നൊരു പേരാണ് ലീനിയർ പെയർ. ലീനിയർ പെയർ എന്ന് വെച്ചാൽ ഒരേ ലൈനിലുള്ള 2 ആംഗിൾസ്, സം ഓഫ് ദ ആംഗിൾസ് ആർ 180 ഡിഗ്രി. സോ വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. പി ബി ആൻഡ് ക്യൂ ലൈസ് ഓൺ ദ സെയിം ലൈൻ അല്ലേ. എന്താണ്? ബി എന്ന് പറയുന്നത് ഒരേ പോയിന്റിലാണ്, 2 അടുത്തുള്ള ആംഗിൾസ് ആണ് 90 ഡിഗ്രി. സോ ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് തന്നെ ഒരേ പോയിന്റിലായി ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയത്. സോ പി ബി ആൻഡ് ക്യൂ ലൈസ് ഓൺ ദ സെയിം ലൈൻ. സെക്കൻഡ് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് പി ക്യു ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ ആൻഡ് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദ ലൈൻ.
അതായത് പി ക്യു എന്ന് പറയുന്ന ലൈൻ ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ സെൻറ്റേഴ്സ് എവിടെയാണ്? എ ക്യു ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ബിഗസ്റ്റ് സർക്കിൾ അല്ലേ. ലാർജ് സർക്കിൾ നോക്കി അതിൻ്റെ ഡയമീറ്റർ എ ക്യു ആണ്, അതിൻ്റെ മധ്യഭാഗമാണ് എന്ത് നമ്മൾ സെൻറ്റർ ആയിട്ട് എടുക്കുക. അപ്പോൾ എൻ കൊടുക്കുക സെൻറ്റർ. ദെൻ മാത്രമല്ല ഇവിടെ ചെറിയ സർക്കിൾ എടുത്ത് അതിന് സെൻറ്റർ എം കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഡയമീറ്ററിൻ്റെ മധ്യം. സോ ആ ഒരു രണ്ട് സർക്കിളിൻ്റെയും മധ്യബിന്ദു അല്ലെങ്കിൽ കേന്ദ്രബിന്ദു സെൻറ്ററിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് പി ക്യു എന്ന് പറയുന്ന ലൈനിനെ പാരലലാണെന്നും മാത്രമല്ല ഇതിൻ്റെ ഈ എം എന്നിൻ്റെ ഡബിളാണ് പി ക്യു എന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വി വിൽ ഗിവ് എം ആൻഡ് എൻ ആസ് ദ പോയിന്റ് ടു ദ അല്ലെങ്കിൽ നെയിം ടു ദ സെൻറ്റേഴ്സ് ഓഫ് ദി സർക്കിൾ. സർക്കിളിൻ്റെ സെൻറ്റേഴ്സിന് എം എന്നും എന്ന് പേര് കൊടുക്കുക. എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് എ പി എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ മിഡ് പോയിന്റ് ആണ്. എൻ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ക്യു. ലെറ്റ് us കൺസിഡർ എ പി ക്യു. ട്രയാങ്കിൾ എ പി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇവിടെ ഉണ്ടല്ലോ, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കൺസിഡർ ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൻ്റെ മധ്യഭാഗം യോജിപ്പിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ മൂന്നാമത്തെ സൈഡിൻ്റെ ഹാഫ് ആയിരിക്കുമെന്നും അതിന് പാരലലുമായിരിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ സർക്കിളിൻ്റെ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ ട്രയാങ്കിളിൻ്റെ ഒരു ഫീച്ചർ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻ്റ് എടുത്ത് ജോയിൻ ചെയ്യുന്ന ലൈന് മൂന്നാമത്തെ സൈഡിൻ്റെ പാരലലും അതിൻ്റെ ഹാഫുമായിരിക്കും. സോ നമ്മൾക്കത് എഴുതാം. ഇത് തിയറിറ്റിക്കലി പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹിയർ വി സ്റ്റഡി when we consider triangle APQ, here we study the line joining the midpoints of two sides of triangle. ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഏതാ? എ പിയും എ ക്യു. പി ക്യും ആണ് 3 സൈഡ്സ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ്സ് എ പിയും എ ക്യും, അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എം എന്നും. സർക്കിളിൻ്റെ സെൻറ്ററാണ്. പക്ഷേ ഇവിടുത്തെ ട്രയാങ്കിൾ നോക്കുന്ന സമയത്ത് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൻ്റെ എന്താണ് മധ്യബിന്ദുവാണ്, സെൻറ്ററാണ്. So the line joining the midpoints of the two sides of the triangle will be parallel to the third side. മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അവിടെ തേർഡ് സൈഡ് പി ക്യു പാരലൽ ആയിരിക്കും. സോ അത് പഠിച്ചു, അത് പ്രൂവ് ചെയ്തു. ആൻഡ് ഈസ് ഹാഫ് ഓഫ് ദ തേർഡ് സൈഡിൻ്റെ ഹാഫുമായിരിക്കും. സോ നമ്മൾ എം എൻ പാരലൽ ടു പി ക്യു പ്രൂവ് ചെയ്തു. എം എൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പി ക്യു ആണ്. പി ക്യുവിൻ്റെ ഹാഫ് ആണെങ്കിൽ ഈ 2 ഇപ്പുറം എടുത്താൽ 2mn ഈസ് പി ക്യു. അതായത് പി ക്യു എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ എം എന്നിൻ്റെ ഡബിളാണ്. അല്ലെങ്കിൽ പി ക്യു ഈസ് ഈക്വൽ ടു 2mn, ഡബിൾ ഓഫ് 2mn, അതായത് twice as long as the line mn. So we proved both. ഹിയർ നമ്മൾക്ക് ആൻസർ കിട്ടുന്നത് ആക്ച്വലി നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ഒക്കെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു ഫിഗറിനെ പ്രൂവ് ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം ട്രയാങ്കിളിൻ്റെ രണ്ട് അറ്റത്തിൻ്റെ മധ്യഭാഗം യോജിപ്പിക്കുന്ന ലൈൻ അതിൻ്റെ മൂന്നാമത്തെ സൈഡിൻ്റെ ഹാഫായിരിക്കും എന്നും മാത്രമല്ല അത് ആ സൈഡിൻ്റെ ഹാഫായിരിക്കും, മാത്രമല്ല അത് പാരലൽ ആയിരിക്കുമെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. this type of question can be asked in the examination. So the two circles intersect at PQ and lines through these points meet the circles at A, B, C, D. അതായത് the two circles, രണ്ട് സർക്കിൾസിനായിട്ട് intersect at P and Q അല്ലെ, അവിടെ ക്രോസ് ചെയ്യുന്നത് എവിടെയാണ്? പിയിലും ക്യൂയിലും. ആൻഡ് ലൈൻസ് ത്രൂ these points, ഈ പോയിന്റിലൂടെയുള്ള ലൈൻസ് meet the circles A, B, C and D എന്ന് പറഞ്ഞ 4 പോയിന്റിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ട്. the line AC and BD എന്ന് പറയുന്നത് പാരലൽ അല്ല എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. we have to prove that these lines are of equal length. ഈ രണ്ട് ലൈൻസും ഈക്വൽ ആണെന്നും then ABDC is cyclic quadrilateral. മാത്രമല്ല ഈ ACയും BDയും ഈക്വൽ ആണെന്നും ഈ ABCD എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നും പ്രൂവ് ചെയ്യണം. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ആൻസർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾക്ക് ഇവിടെ പി ക്യു എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിനെയും ജോയിൻ ചെയ്യാം. സോ പി ക്യൂവിനെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു രണ്ട് ക്വാഡ്രിലാറ്ററൽ കിട്ടുന്നുണ്ട്. ABQP ആൻഡ് APQCD എന്ന് പറയുന്ന രണ്ട് ക്വാഡ്രിലാറ്ററൽ കിട്ടുന്നുണ്ട്. ഈച്ച് ക്വാഡ്രിലാറ്ററൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ABQP 4 പോയിന്റ്സും സർക്കിളിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്നു. സർക്കിളിൻ്റെ ഓരോ പോയിന്റും സർക്കിൾ ടച്ച് ചെയ്യുന്നതുകൊണ്ട്
we can call it as cyclic quadrilateral. So take AP, QB and PQDZ quadrilateral separate എടുക്കാം. Take quadrilateral APQB. That is a cyclic quadrilateral. We know that for a cyclic quadrilateral, 4 points or 4 angles will be meeting on the or meeting on the points on the circles. So point circle ഒരു ഓരോ പോയിന്റിലൂടെയും ആയിരിക്കും അതിൻ്റെ ഓരോ അറ്റവും വെർട്ടിസസും പോകുന്നത്. So this we can say that APBQB is a cyclic quadrilateral. For a cyclic quadrilateral, the angles will be supplementary. For example, if angle A is equal to x degree, okay, 1 minute. ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റും ഏത് ആംഗിൾ ആയാലും ഈ ആംഗിൾ ആയാലും എന്തായിരിക്കും, രണ്ട് ആംഗിൾ സപ്ലിമെൻ്ററി 180 മൈനസ് എക്സ് ആണ്. സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്, സം ഓഫ് ദ ആംഗിൾസ് വിൽ ബി 180. അപ്പം ഇവിടെ എക്സ് ഡിഗ്രി എടുത്താൽ ഈ എക്സ് 180 ആ എക്സ് ഡിഗ്രി കുറച്ചാലായിരിക്കും വരും. ഇവിടെ ആംഗിൾ ബി എക്സ് ഡിഗ്രി എടുത്താലോ ബി എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, സോ ആംഗിൾ ക്യൂ വിൽ ബി 180 മൈനസ് എക്സ് ഡിഗ്രി. ടേക്ക് അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ എടുക്കുക. പി ക്യു ഡി സി എടുത്താൽ ആംഗിൾ പി എക്സ് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡി എന്ന് അല്ലെങ്കിൽ ആംഗിൾ സി എന്ന് പറയുന്നത് ഇവിടെ സി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ത് 180 മൈനസ് എക്സ് ആയിരിക്കും. ആംഗിൾ ഡിയും 180 മൈനസ് എക്സ് ആയിരിക്കും. ഇവിടെ സീൻ്റെ ഓപ്പോസിറ്റ് എക്സ് ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? ഓപ്പോസിറ്റ് ആയിക്കോട്ടെ, ഏത് രണ്ട് സൈഡ് എടുത്താലും രണ്ട് സൈഡിൽ ആംഗിൾ എടുത്താലും സപ്ലിമെൻ്ററി ആയിരിക്കും. സോ ആംഗിൾ സി 180 മൈനസ് എക്സ് ആണ്, ആംഗിൾ എ എക്സ് ഡിഗ്രി ആണ്. സോ ആംഗിൾ എ പ്ലസ് സി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആവും, 180 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും ആംഗിളും ആഡ് ചെയ്താലും 180 ഡിഗ്രി കിട്ടും. അതായത് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി ആർ സപ്ലിമെൻ്ററി, രണ്ട് ആംഗിൾസും സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ മാത്രമല്ല ഈ എ ബി എന്ന് പറയുന്ന ലൈൻ നോക്കിയാൽ സി ഡിക്ക് പാരലലായിട്ടാണ് ഉള്ളത്. സോ ഇങ്ങനെ എന്താണ് ക്വാഡ്രിലാറ്ററലിൽ 2 ലൈൻസ് പാരലൽ സൈഡ്സ് 2 സൈഡ്സ് ഉണ്ടെങ്കിൽ ദ അതർ 2 ലൈൻസ് എന്തായിരിക്കും, ഈക്വൽ ലെങ്ത് ആയിരിക്കും. സോ എ സിയും ബി ഡിയും ഈക്വൽ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇൻ ക്വാഡ്രിലാറ്ററൽ എ ബി ഡി സി ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി, ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞു. ആൻഡ് 2 സൈഡ്സ് ആർ ഈക്വൽ. രണ്ട് സൈഡ് ഈക്വൽ ആകുന്ന സമയത്ത് നമ്മൾ ട്രയാങ്കിളിൻ്റെ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. അതുപോലെ ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഐസോസിലസ് ട്രപ്പേസിയം, ട്രപ്പേസിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് ട്രപ്പേസിയം, ഐസോസിലസ്. രണ്ട് സൈഡും ഈക്വൽ ആണ്, അതർ 2 സൈഡ്സ് ആർ പാരലൽ. അപ്പം നമ്മൾ പ്രൂവ് ചെയ്തു സപ്ലിമെൻ്ററി ആയിട്ടുള്ള ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു ഫീച്ചർ ആണല്ലോ. അപ്പോൾ ദെർഫോർ എ ബി ഡി സി എന്ന് പറഞ്ഞ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പ്രൂവ് ചെയ്തു. സോ ഇത്രയും ഉള്ളൂ ആൻസർ. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പം ഹോപ്പ് യു ലൈക്ഡ് മൈ ക്ലാസ്. So if you liked my class, please press the like button. Okay, comment and share maximum so that other students also will get used. Inshallah, adamainte class കാണുന്നത് subscribe ചെയ്യുക. Inshallah, we'll meet in the next class. Assalamu alaikum.